السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد المرسلين أما بعد. പൈതൃക മീഡിയ ശ്രോതാക്കളെ, ബഹുമാന്യരായ സഹോദര സഹോദരികളെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ചരിത്ര നാൾവഴികളിലൂടെയുള്ള നമ്മുടെ പ്രഭാഷണ പരമ്പരയുടെ 57ാം പ്രസംഗമാണ് ഇന്ന്. നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് വാദപ്രതിവാദങ്ങളാണ്. ആദർശപ്രചരണത്തിന് വേണ്ടിയും ആദർശത്തിൽ നിന്ന് വഴിപിഴച്ചവർക്ക് ഹിദായത്ത് ലഭിക്കുക എന്ന ലക്ഷ്യത്തിനു വേണ്ടിയും സമസ്ത കേരള ജമിയത്തുൽ ഉലമ ആ വിശ്വാസങ്ങൾക്ക് എതിരിലുള്ളവരുമായി ധാരാളം ഖണ്ഡനങ്ങളും വാദപ്രതിവാദങ്ങളും നടത്തിയിട്ടുണ്ട്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുമായി നടന്ന വാദപ്രതിവാദം കോഴിക്കോട് നടക്കാവ് ടി.കെ. പരീക്കുട്ടി ഹാജിയുടെ വീട്ടിൽ കെ.സി. അബ്ദുള്ള മൗലവി ജമാഅത്ത് പക്ഷത്തു നിന്നും സമസ്തയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇ.കെ. അബൂബക്കർ മുസ്ലിയാരും നടത്തിയ വാദപ്രതിവാദത്തെ പറ്റിയാണ് ഇന്നലെ നമ്മൾ പ്രസംഗിച്ചു വെച്ചത്. സമസ്ത കേരള സുന്നി യുവജന സംഘം ബഹുജനങ്ങൾക്കിടയിൽ നന്നായി പ്രവർത്തനം തുടങ്ങിയപ്പോൾ, അത് ഏകദേശം ഒരു 70-ന് ശേഷം എ.പി. ഉസ്താദ് അവറുകൾ സംഘടനാ നേതൃത്വത്തിൽ, പ്രത്യേകിച്ച് ഇ.കെ. ഹസൻ മുസ്ലിയാർ പ്രസിഡന്റും എ.പി. ഉസ്താദ് സെക്രട്ടറിയുമായ 70 കാലഘട്ടം മുതൽ ആണ് വാദപ്രതിവാദങ്ങൾക്ക് ശക്തിയായത്. കാരണം ആദർശ പ്രസ്ഥാന പ്രവർത്തകന്മാർ ജനങ്ങളിൽ ഇറങ്ങി വന്ന് പ്രബോധനം ശക്തിയാക്കിയപ്പോൾ നിൽക്കക്കള്ളിയില്ലാതെ വഹാബികൾ പലപ്പോഴും വാദപ്രതിവാദത്തിന് നിർബന്ധിതരാവുകയായിരുന്നു. ഇ.കെ. ഹസൻ മുസ്ലിയാരും എ.പി. ഉസ്താദും വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അതുപോലെ ഇടക്ക് എം ബഷീർ മുസ്ലിയാർ എല്ലാം കൂടിയ ഒരു പാനലാണ് പിന്നീട് വാദപ്രതിവാദം നടത്തിയത്. അതിലേറ്റവും മുന്നിട്ട് നിന്നത് ഇ.കെ. ഹസൻ മുസ്ലിയാരും സുൽത്താനുൽ ഉലമ എ.പി. ഉസ്താദുമാണ്. അതേസമയത്ത് ആദർശ പ്രഭാഷണ രംഗത്ത് നിറഞ്ഞു നിന്ന വ്യക്തിത്വമായിരുന്നു ചേറൂർ എം ബഷീർ മുസ്ലിയാർ. വളരെ കുറഞ്ഞ വാക്കുകളിൽ ആർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ നന്നായി വിഷയം അവതരിപ്പിക്കുന്ന ആളായിരുന്നു എം ബഷീർ മുസ്ലിയാർ. വലിയ ധീരനുമായിരുന്നു. അതുപോലെ വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാരെ പറ്റി നമ്മൾ നേരത്തെ പരാമർശിച്ചിട്ടുണ്ട്. ഒഴുക്കുള്ള പ്രഭാഷകനായിരുന്നു. നർമ്മം കലർന്ന മനോഹരമായ പ്രസംഗത്തിൻ്റെ ഉടമയായിരുന്നു. അതുപോലെ ആമയൂർ മുഹമ്മദ് മുസ്ലിയാർ, അദ്ദേഹം നല്ല രസികൻ പ്രഭാഷകനായിരുന്നു. അപ്പോൾ ഇ.കെ. ഹസൻ മുസ്ലിയാരുടെ ഗൗരവത്തിലുള്ള അവതരണവും മറുപടിയും എ.പി. ഉസ്താദിൻ്റെ ശക്തമായ ഗർജിക്കുന്ന പ്രഭാഷണവും എല്ലാം കൂടെ വഹാബി പ്രസ്ഥാനത്തിന് നിൽക്കക്കള്ളിയില്ലാതെയായതിൻ്റെ ഭാഗമാണ് പലയിടങ്ങളിലും അവർ വാദപ്രതിവാദത്തിന് തയ്യാറാകേണ്ടി വന്നത്. കാരണം സുന്നി പ്രവർത്തകന്മാർ നിങ്ങൾ പറയുന്നത് ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനം തെളിയിക്കൂ എന്ന് പറഞ്ഞ് പിന്നാലെ കൂടിയത് കൊണ്ടാണ് പലപ്പോഴും വാദപ്രതിവാദത്തിന് വേണ്ടി അവർ തയ്യാറായത്. ഇ.കെ. ഹസൻ മുസ്ലിയാർ വാദപ്രതിവാദത്തിൽ അഗ്രഗണ്യനായതോടുകൂടെ അദ്ദേഹമില്ലാത്ത ഒരു വാദപ്രതിവാദം മുജാഹിദീങ്ങൾ ആഗ്രഹിച്ചു. 973 ഇ.കെ. ഹസൻ മുസ്ലിയാർ ഹജ്ജിന് പോകുന്നു എന്നറിഞ്ഞപ്പോഴാണ് പാലക്കാട് ജില്ലയിലെ പൂട്ടൂർ, പറളിക്കടുത്ത പൂടൂർ എന്ന സ്ഥലത്ത് ഇവർ വാദപ്രതിവാദത്തിന് ഇങ്ങോട്ട് വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. സാധാരണഗതിയിൽ നമ്മുടെ പ്രവർത്തകന്മാർ അവരെ നിർബന്ധിക്കുകയായി, അവരെ കുടുങ്ങി കള്ളിക്ക് തയ്യാറാവുകയാണെങ്കിൽ ഇ.കെ. ഹസൻ മുസ്ലിയാർ ഹജ്ജിന് പോകുന്നു എന്ന് കേട്ടപ്പോൾ ഇവർ പിന്നെ വാദപ്രതിവാദം തുടങ്ങി.
ഇവർ വിചാരിക്കുന്നത് EKS മുസ്ലിയാർ ഹജ്ജ് കഴിഞ്ഞ് വരട്ടെ എന്ന് സുന്നികൾ പറയുന്നതായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ വാദപ്രതിവാദത്തിന് മുജാഹിദ് മൗലവിമാർ നേരിട്ട് വെല്ലുവിളിച്ചപ്പോൾ EKS മുസ്ലിയാർ സ്ഥലത്തില്ല എന്ന് നോക്കിയില്ല. കാരണം ഇൽമല്ലേ, നമ്മളിൽ കളങ്കൊന്നുമില്ലല്ലോ, ആര് പറഞ്ഞാലും ഒരേ കാര്യമാണ് പറയാം. പിന്നെ അവതരണത്തിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അവരെ വെല്ലുവിളി സ്വീകരിച്ചു. കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ നേരിട്ടാണ് വെല്ലുവിളി നടത്തിയത്. അതുകൊണ്ട് സമസ്ത തന്നെ ആ വെല്ലുവിളി നേരിട്ടെടുക്കുകയും അത് ഏറ്റെടുക്കുകയും പട്ടിക്കാട് ജാമിയ നൂരിയയിൽ ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ അധ്യക്ഷതയിൽ ഒരു മുഷാവറ അംഗങ്ങളുടെ ഒരു മുഷാവറ എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങൾ കൂടി ആലോചിക്കാൻ വേണ്ടി ഈ വെല്ലുവിളി നമ്മൾ ഏറ്റെടുക്കുക, അതിനി എങ്ങനെ നടത്തണമെന്നതിന് ഒരു മുഷാവറ കൂടുകയുണ്ടായി. അങ്ങനെ അതിനൊരു EK അവറുകൾ ഒരു പാനൽ പ്രഖ്യാപിച്ചു. ആ പാനലിൽ EK ഹസൻ മുസ്ലിയാർ, ആമയൂർ മുഹമ്മദ് മുസ്ലിയാർ, വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ, KV മുഹമ്മദ് മുസ്ലിയാർ, AP ഉസ്താദ്, ഇങ്ങനെയുള്ളൊരു പാനൽ. അപ്പോൾ എന്തിനാ EKS മുസ്ലിയാർ ഹജ്ജിൻ്റെ കാര്യമില്ലേ, യാത്രയോ മറ്റോ ഒക്കെ യാത്ര സംബന്ധമായൊക്കെ എന്തെങ്കിലും തടസ്സം വരികയാണെങ്കിൽ അദ്ദേഹത്തിനും പങ്കെടുക്കാം എന്നുള്ള നിലയ്ക്ക് അങ്ങനെയുള്ളൊരു പാനലാണ് EK അവറുകൾ പ്രഖ്യാപിച്ചത്. എന്നാൽ EK ഹസൻ ഹജ്ജിന് പോയി. എന്നാൽ ബാക്കിയുള്ള ആളുകൾ പൂടൂരിലേക്ക് നിശ്ചയ ദിവസം വാദപ്രതിവാദത്തിന് പോകുന്ന വഴിക്ക് പാലക്കാട് അഥവാ EK ഹസൻ മുസ്ലിയാർ നേരിട്ടുണ്ടാക്കിയ ജന്നത്തുൽ ഉലമ അറബി കോളേജ് പാലക്കാട് ടൗണിലാണ്, ബിഗ് ബസാറിലാണ്, ആ സ്ഥാപനത്തിലേക്ക് ഒരുമിച്ച് കൂടുകയും അങ്ങനെ വിഷയത്തിൻ്റെ ഒരു ഏകദേശം റെഡിയാക്കുകയും ചെയ്തുകൊണ്ട് 3 ദിവസത്തെ സംവാദമാണ് നിശ്ചയിച്ചത്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളുമായി ബഹുമാനപ്പെട്ട AP ഉസ്താദ്, ആമയൂർ മുഹമ്മദ് മുസ്ലിയാർ, വാണിയമ്പൽ അബ്ദുറഹ്മാൻ മുസ്ലിയാർ, KV മുഹമ്മദ് മുസ്ലിയാർ എന്നുള്ള ആ നിലക്കുള്ള മഹാന്മാർ പൂടൂരിലേക്ക് പുറപ്പെട്ടു. അവിടെ ചെന്ന് നോക്കുമ്പോൾ 10,000-കണക്കിന് ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നു. അന്നൊക്കെ ഒരു 10,000 ആളൊക്കെ പങ്കെടുക്കാനുള്ള മഹാ അത്ഭുതമാണ്. പക്ഷേ ഈ വിഷയത്തിൻ്റെ ഗാംഭീര്യം അവരെല്ലാം ഉൾക്കൊണ്ടു. 2 കൂട്ടരുമായി വമ്പിച്ച ഒരു ജനാവലി അവിടെ ഒരുമിച്ച് കൂടി. മുജാഹിദ് പ്രസ്ഥാനത KNM-നെ പ്രതിനിധീകരിച്ച് AP അബ്ദുൽ ഖാദർ മൗലവി, KP മുഹമ്മദ് മൗലവി, ആമയൂർ മുഹമ്മദ് മുസ്താദിൻ്റെ അനുജൻ അലി അക്ബർ മൗലവി, ആമയൂർ ജ്യേഷ്ഠ സുന്നിയും 5 മുജാഹിദുമായിരുന്നു. അലി അക്ബർ മൗലവി ആമയൂർ, അലി അബ്ദുൽ റസാഖ് മൗലവി ചെറിയമുണ്ട അബ്ദുൽ ഹമീദ് മദനി, ഡോക്ടർ M ഉസ്മാൻ, അദ്ദേഹം നേരത്തെ യുക്തിവാദിയായിരുന്നു. പിന്നെ മറ്റൊരു യുക്തിവാദി സംഘമായ വഹാബീസത്തിലേക്ക് അദ്ദേഹം വന്നത്. അപ്പോൾ അദ്ദേഹം ഉണ്ട്. അപ്പോൾ അവരുടെ കൂട്ടത്തിലുണ്ടായത് AP അബ്ദുൽ ഖാദർ മൗലവി, KP മുഹമ്മദ് മൗലവി, അലി അക്ബർ മൗലവി, അലി അബ്ദുൽ റസാഖ് മൗലവി, ചെറിയമുണ്ട അബ്ദുൽ ഹമീദ് മദനി, ഡോക്ടർ ഉസ്മാൻ. ഇവരെ ഈ 6 പ്രഗത്ഭരായ വഹാബി അന്നത്തെ നേതൃത്വവും നമ്മുടെ ഭാഗത്ത് നേരത്തെ ഞാൻ പറയപ്പെട്ട AP ഉസ്താദ് അടക്കമുള്ള സംഘവും പൂടൂരിലെത്തുകയുണ്ടായി. അങ്ങനെ EK അബൂബക്കർ മുസ്ലിയാർ ഒന്ന് തുടങ്ങിത്തരാം എന്ന നിലക്ക് ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ ഇതിൽ പങ്കെടുത്തു. അങ്ങനെ ആദ്യത്തെ ചോദ്യോത്തരങ്ങൾ ബഹുമാനപ്പെട്ട EK ഉസ്താദ് തന്നെ നിർവഹിച്ചു, EK അബൂബക്കർ മുസ്ലിയാർ നിർവഹിച്ചു. പിന്നീട് കാര്യങ്ങളൊക്കെ എല്ലാവരും ലെവലായി. പിന്നെ 2 ദിവസത്തെ വാദപ്രതിവാദത്തിന് ചോദ്യോത്തരമൊക്കെ നടത്താനും AP ഉസ്താദിനെ തന്നെ റെഡിയാക്കി. ബാക്കിയുള്ള ആളുകൾ വിഷയാവതരങ്ങൾ ഇടയ്ക്കുള്ള പ്രഭാഷകന്മാരുമൊക്കെയായി. അങ്ങനെ അവിടെ വെച്ച് ഇസ്തിഗാസക്കെതിരെയാണ് മുജാഹിദീങ്ങളെ വാദം തുടങ്ങിയത്. അവസാനം എന്തായി, EK അബൂബക്കർ മുസ്ലിയാരെ ശരം പോലെ, അതായത് തുളച്ചു കയറുന്ന ചോദ്യത്തിൻ്റെ മുന്നിൽ മൗലവിമാരെന്തായി പരോക്ഷമായി അത് അനുവദനീയമാണെന്നുള്ളിടത്തൊക്കെ അവരെത്തി. കാരണം എന്താ, രക്ഷയില്ല. ചോദ്യത്തിൻ്റെയും ഇടപെടലിൻ്റെയും അതുപോലെ അവരെ ചോദ്യത്തിന് മറുപടി പറയുന്നതിൻ്റെയും ആ മികവ് കൊണ്ട് എന്തു ചെയ്തു, പരോക്ഷമായിട്ടെങ്കിലും ഒരു ഇസ്തിഗാസനുള്ള എതിർപ്പ് അവസാനിപ്പിക്കുന്ന രൂപത്തിലാണ് അവരതിൽ നിന്ന് പിന്മാറിയത്. പക്ഷേ അവരിപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സുന്നികളെ ആക്ഷേപിക്കാൻ വേണ്ടി മുജാഹിദുകൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ചില ഫിഖ് മസ്അലകളുണ്ട്. അതൊക്കെ ഇവരെന്താക്കാണ്, അത് അങ്ങനെ മഹാന്മാർ ഫുഖഹാക്കൾ പറഞ്ഞ അടിസ്ഥാനത്തിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനൊക്കെ ബഹുമാനിക്കുന്നൊരു രൂപവും
ഇവർ കാണിക്കുകയുണ്ടായി. ആ ഇടയ്ക്ക് കാര്യങ്ങൾ വളരെ വിശദമായി മറുപടി പറയുകയും ചോദ്യം ചോദിക്കുകയും ചെയ്തിരുന്ന എ.പി. അബ്ദുൽ ഖാദർ മൗലവിക്ക് ഇതിൽ അദ്ദേഹം ബോധരഹിതനായി അല്പനേരം അദ്ദേഹത്തിന് ബോധമില്ലാത്ത രൂപത്തിൽ അദ്ദേഹം കുഴഞ്ഞു വീണുപോയി. അങ്ങനെ വാദപ്രതിവാദം അദ്ദേഹത്തിന് ഈ ബോധം തെളിയുന്നത് വരെ അദ്ദേഹത്തിന് ഒന്നാമത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ചിലപ്പോൾ പ്രഷർ കൂടും, ഷുഗർ കൂടും, അതൊന്നല്ല, അല്ലെങ്കിൽ ഉത്തരം മുട്ടിയാലും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ഏതായാലും മാനസികമായ അദ്ദേഹത്തിന് പ്രയാസം വന്നു, അദ്ദേഹം കുഴഞ്ഞു വീണു. അങ്ങനെ തൽക്കാലം കുറച്ച് നേരത്തേക്ക് വാദപ്രതിവാദം നിർത്തിവെച്ചു. അല്പസമയം കഴിഞ്ഞപ്പോഴേക്ക് അദ്ദേഹത്തിന് പഴയ നില തിരിച്ചു കിട്ടിയപ്പോൾ വീണ്ടും വാദപ്രതിവാദങ്ങൾ തുടക്കുകയുണ്ടായി. അങ്ങനെ ഈ 2-3 ദിവസത്തെ വാദപ്രതിവാദത്തിൽ കുറേ കുടുംബങ്ങൾക്ക് മാനസാന്തരം വരികയും അങ്ങനെ അവർ സുന്നിസത്തിലേക്ക് വരികയും ഒക്കെ ചെയ്യാൻ ഈ വാദപ്രതിവാദം കാരണമായി. കാരണം മുജാഹിദീങ്ങൾ ഈ വലിയ മഹാന്മാരെ പണ്ഡിതന്മാരെ ചോദ്യശരത്തിന് മുമ്പിൽ എല്ലാവരും നിർവീര്യമാവുകയും പിന്നെ അതിൻ്റെ വലിയ നേതാവാണല്ലോ എ.പി. അബ്ദുൽ ഖാദർ മൗലവി പത്തപ്പിരി, അദ്ദേഹം തന്നെ കുഴഞ്ഞു വീണ സ്ഥിതിക്ക് ഭയങ്കര ഒരു എന്തായാലും പറയാ വളരെ ഒരു മാനസികമായ ഒരു പ്രയാസം കൂടി അവർക്ക് അനുഭവപ്പെട്ടു. അങ്ങനെ അവർ അമ്പേ പരാജയപ്പെട്ടു എന്നൊരു തോന്നൽ സദസ്സിനുണ്ടാവുകയും അതുവഴി ഒരുപാട് കുടുംബങ്ങൾ സുന്നത്തി ജമാഅത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്ത സാഹചര്യം കൂടെ ഈ 3 ദിവസത്തെ വാദപ്രതിവാദങ്ങളുണ്ടായി. പിന്നെ ബഹുമാനപ്പെട്ട ഇ.കെ. അഷ്റഫ് മുസ്ലിയാർ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചെത്തിയ ശേഷം ഇതിൻ്റെ അലയോലികൾ പാലക്കാട് ജില്ലയിൽ സുന്നത്തി ജമാഅത്തിൻ്റെ പ്രവർത്തകന്മാർ നന്നായി പരിപാടി വെക്കും. അതിലൊക്കെ ഇ.കെ. അഷ്റഫ് മുസ്ലിയാർ എ.പി. ഉസ്താദും പ്രസംഗിക്കും. അങ്ങനെ ആ കൂട്ടത്തിൽ എന്ത് ചെയ്തു, പറളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വാദപ്രതിവാദം. പറളി വാദപ്രതിവാദം ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇ.കെ. ഹസൻ മുസ്ലിയാർ അവിടെ ഒരു കുടുംബം സുന്നത്തി ജമാഅത്തിലേക്ക് വന്നു. ഒരു KSRTC ഡ്രൈവറായിരുന്നു അദ്ദേഹം, പറളിയിലുള്ള അദ്ദേഹം അവിടെ വന്നുകൂടിയ ആളാണ്. അദ്ദേഹം സുന്നത്തി ജമാഅത്ത് അല്ല വളരെ സുന്നി ആശയക്കാരനായ ഒരാൾ പറളിയിൽ വന്ന് താമസമാക്കി. അദ്ദേഹം KSRTCൻ്റെ ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഉപ്പ മരണപ്പെട്ട ആണ്ടിൻ്റെ ഭാഗമായി മൗലൂദ് നടത്തിയപ്പോൾ ആ പറളിയിലെ മുജാഹിദീങ്ങളെല്ലാം രോഷാകുലരാവുകയും അദ്ദേഹത്തെ അങ്ങേയറ്റത്തിൽ ബഹിഷ്കരണം പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു, ഇ.കെ. അഷ്റഫ് മുസ്ലിയാരെടുത്ത് പോയി പറഞ്ഞു, ഇങ്ങനെയൊക്കെ സംഭവിച്ചു, അത് സാരമല്ല, നിങ്ങളേതായാലും സുന്നിയാണല്ലോ, ഞാനത് വേറെ അറിയാൻ അങ്ങനെ നിങ്ങളെ പേരിനാൽ പറയാൻ നമുക്ക് പറഞ്ഞു. അങ്ങനെ ഇ.കെ. അഷ്റഫ് മുസ്ലിയാർ അവിടെ വേറെ പറഞ്ഞു. അത് ഇവർ പിറ്റേ ദിവസം അത് അപ്പം പ്രത്യക്ഷത്തിൽ വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും രണ്ടാമത്തെ ദിവസം വേദന എന്നപ്പോഴേക്ക് ഈ വേദിൻ്റെ സുന്നിയൊക്കെ സ്വന്തമായി സ്ഥലമൊന്നുമില്ലല്ലോ, ആ വേദീൻ്റെ പരിസരം ചാണകം തളിച്ച് വൃത്തികീടെ നജസ് കൊണ്ട് പൊതിയുകയും പിറ്റേ ദിവസത്തെ വേറെ പറയാൻ സ്ഥലമില്ലാതെയാവുകയും ചെയ്തു. പക്ഷേ അഷ്റഫ് മുസ്ലിയാർ എന്ത് ചെയ്തു, അവിടെ ധീരനായ നേതാവല്ലേ, പെട്രോമാക്സ് കത്തിച്ചു വെച്ചുകൊണ്ട് അദ്ദേഹം ഒറ്റയ്ക്ക് പ്രസംഗം തുടങ്ങി. ഇതറിഞ്ഞ് പല ഭാഗത്തും ദൂരെ നിൽക്കുന്ന ആളുകൾ വന്നു. ആ പ്രസംഗം കുറച്ച് ദിവസം അങ്ങോട്ട് മുന്നോട്ട് പോയപ്പോൾ ധാരാളം ആളുകൾ അവിടെ സുന്നിയാവുകയും അങ്ങനെയാണ് ഈ പറളി എന്ന സ്ഥലത്ത് ആദ്യമായിട്ട് സുന്നികൾക്കൊരു പള്ളി നിർമ്മിക്കുകയും ആ പള്ളിക്ക് ഫാറൂഖ് മസ്ജിദ് എന്ന് പേര് ഇടുകയും ഇന്നിപ്പോൾ ആ പള്ളി അവിടെ മനോഹരമായി നിലനിൽക്കുന്നുണ്ട്. അവിടെ ഇന്ന് അഹ്ലുസുന്നയുടെ നാടായി തന്നെ മാറിയിട്ടുണ്ട്. അപ്പം ഈ വാദപ്രതിവാദം എന്ന് പറഞ്ഞാൽ അതെന്തല്ല, എന്തെങ്കിലും ഒരു അനാവശ്യ പരിപാടിയല്ല, അത് നല്ല നിലക്ക് നടന്നിടത്തൊക്കെ അതിൻ്റെ പ്രതിഫലങ്ങൾ നന്നായി ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പറളി ഒറ്റ സുന്നിയും നമുക്കൊരു വയറ് പറയാൻ നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത ഒരു ഇഞ്ച് ഭൂമി 2 കാല് വെക്കാനുള്ള സ്ഥലം പോലും സുന്നത്തി ജമാഅത്തിൻ്റെ പ്രവർത്തകന്മാർക്ക് സ്വന്തമില്ലാത്ത സ്ഥലത്താണ് ഇ.കെ. ഹസൻ മുസ്ലിയാരുടെ ഈ ഖണ്ഡന പ്രഭാഷണം വഴി പള്ളിക്ക് സ്ഥലം ഒരാൾ തന്നു. അങ്ങനെ ഫാറൂഖ് മസ്ജിദ് ഉണ്ടാക്കി. ഇതിലെല്ലാം എ.പി. ഉസ്താദിൻ്റെയും നിറഞ്ഞ സാന്നിധ്യമുണ്ടായിരുന്നു. അങ്ങനെ ഈ വാദപ്രതിവാദം കൊണ്ടും ഖണ്ഡന പ്രസംഗം കൊണ്ടും പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് വളർന്ന ചരിത്രമാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് കൊട്ടപ്പുറം സംവാദത്തോടു കൂടെ മുജാഹിദ് മൗലവിമാരെന്താ വാദപ്രതിവാദത്തിന് പിന്മാറിയത്. കാരണം കൊട്ടപ്പുറം സംവാദം കാരണം തന്നെ പൂർണ്ണമായും സുന്നികൾ വിജയിച്ചതിൻ്റെ ഭാഗമായിട്ടാണല്ലോ അരൂരെല്ലാം ഒരുപാട് കുടുംബങ്ങൾ സുന്നിയാവുകയും
അങ്ങനെ മഹല്ലുകൾ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്തു ആ വാദപ്രതിവാദം കൊണ്ട്. ഇൻഷാ അല്ലാഹ് എ.പി. ഉസ്താദും ഇ.കെ.എസ്.എൻ മുസ്ലിയാരും എ.പി. ഉസ്താദും നേതൃത്വം നൽകിയ വാദപ്രതിവാദങ്ങൾ ഇനിയും പറയാനുണ്ട്, ഗണന പ്രസംഗങ്ങൾ പറയാനുണ്ട്. പിന്നീട് ഇ.കെ.എസ്.എൻ മുസ്ലിയാരുടെ വഫാത്തിനു ശേഷം പിന്നീട് എ.പി. ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള പടയോട്ടങ്ങൾ പറയാനുണ്ട്. അങ്ങനെ ആദർശ പ്രചരണത്തിന് വേണ്ടി മറ്റുള്ളവരുടെ വിശ്വാസം ക്ലിയറാകുന്നതിന് വേണ്ടി അവർക്കും ഹിദായത്ത് ലഭിക്കുന്നതിന് വേണ്ടി ഈ ലക്ഷ്യം വെച്ചുകൊണ്ട് സമസ്ത കേരള ജമിയത്തുലമ നടത്തിയ പരിപാടിയായിരുന്നു ഗണന പ്രസംഗങ്ങളും വാദപ്രതിവാദങ്ങളും. അതിലെല്ലാം വിജയം സുന്നത്ത് ജമാഅത്തിനോടൊപ്പമായിരുന്നു, പരാജയം വഹാബികൾക്കായിരുന്നു. ഇന്നും ഈ കൊട്ടപ്പുറം സംവാദത്തിന് ശേഷം വഹാബികൾ ഒരു ഇഞ്ച് പോലും എന്തായില്ല, വളർന്നിട്ടില്ല. അവർക്ക് ഒരു പുതിയ കാര്യം സമൂഹത്തിന് വെക്കാനുമില്ല. ആ പ്രാകൃതമായ വിശ്വാസം സുന്നികൾ കാഫറാണ് എന്നുള്ള ആ അന്ധവിശ്വാസത്തിൽ പോകുന്നല്ലാതെ ഒരു മുരടിച്ച പറ്റി വളർച്ചയില്ലാതെ മുജാഹിദ് പ്രസ്ഥാനം 8 പൊട്ടായി 8 കഷ്ണങ്ങളായി. 8 കഷ്ണമല്ല, 10 11 കാരണം ഓരോ ദിവസവും അതിങ്ങനെ പിളരുകയാണ്. അപ്പോൾ അതിന് കാരണം എന്താ? ഇവർ പിന്നെ വ്യാഖ്യാനങ്ങളില്ലാതെ മഹാന്മാരുടെ സഹാബത്തിൻ്റെ ആ പിന്തുണയില്ലാതെ ഖുർആൻ അറബിയിലാണ്, ഞങ്ങൾക്ക് അഫ്ദലുൽ ഉൽമ പാസ്സായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ അറബി അർത്ഥം വെച്ചിട്ടാണ് നുസൂൽ സബബോ അല്ലെങ്കിൽ ആ ഒരായത്ത് ഇറങ്ങിയ ശേഷം ഒരധ്യായം ഇറങ്ങിയ ശേഷം നബിയും സഹാബത്തും എങ്ങനെ ജീവിച്ചു എന്ന ചരിത്രപരമായ സഹാബത്തിനെ അംഗീകരിക്കുന്ന ഒരു പരിപാടി അവർക്ക് ഇല്ലാത്തത് കൊണ്ട് അത് ദിവസം പിളരുകയാണ്. മുരടിച്ച വാദിച്ച പ്രസ്ഥാനമാണ് വഹാബി പ്രസ്ഥാനം. അതിന് പ്രധാനമായ കാരണം സമസ്ത കേരള ജമിയത്തുലമയുടെ ആദർശാധിഷ്ഠിത പ്രസംഗങ്ങളും അതുപോലെ ഖണ്ഡനങ്ങളും വാദപ്രതിവാദങ്ങളുമാണ് എന്നതാണ് ഇതുവരെ പറഞ്ഞതിന് ചുരുക്കം. അല്ലാഹു തആല നമ്മുടെ മഹാരഥന്മാരായ മൗത്തായിപ്പോയ വഫാത്തായിപ്പോയ മുഴുവൻ മശായിഖന്മാർക്കും പ്രവർത്തകന്മാർക്കും പാരത്രിക പദവി ഉയർത്തിക്കൊടുക്കട്ടെ. ആ ശരണയിൽ നമ്മെ ഇന്ന് നയിക്കുന്ന ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയും അവിടൊപ്പമുള്ള പണ്ഡിത മഹാന്മാർക്കും പ്രവർത്തകന്മാർക്കും നമുക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണം നിർത്തുകയാണ്. ഇന്ന് കേരളത്തിലെ ജനത ഒരു ദുഃഖത്തിലാണ്. എന്ന് പറഞ്ഞാൽ ഏകദേശം 101 കൊല്ലം പൊതുരംഗത്തുണ്ടായിരുന്ന കുറഞ്ഞ കുട്ടിക്കാലം 1923 ഒക്ടോബർ 20 വി.എസ്. അച്യുതാനന്ദൻ ജനിച്ചത്. അപ്പോൾ കുട്ടിപ്രായം എന്ന് പറഞ്ഞാൽ 18ാമത്തെ വയസ്സ് മുതൽ അദ്ദേഹം പൊതുരംഗത്ത് സജീവമാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വന്നു, തൊഴിലാളി വർഗത്തിൻ്റെ ആശാകേന്ദ്രമായി, അതുപോലെ അടിച്ചമർത്തപ്പെട്ട ഈഴവ സമൂഹത്തിൻ്റെ തെളിച്ചമുള്ള നേതാവായി, പിന്നീട് അഴിമതിക്കെതിരെ ആഞ്ഞടിച്ച പ്രതിപക്ഷ നേതാവായി, പാവങ്ങൾക്ക് ഭരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ എത്തിച്ചു കൊടുത്ത മികച്ച ഭരണാധികാരിയായി, അതുപോലെ പറഞ്ഞ വിഷയങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് ധീരമായ പോരാട്ടത്തിന് നേതൃത്വം നൽകിയ വി.എസ്. അച്യുതാനന്ദൻ ഇന്ന് മരണപ്പെട്ടു. അദ്ദേഹം കുറഞ്ഞ കാലമായി രോഗമായിരുന്നു. 101ാമത്തെ വയസ്സിലാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം അതുപോലെ കേരളീയ ജനത ഇന്ന് ദുഃഖത്തിലാണ്. ആ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഇന്നത്തെ പ്രസംഗം നിർത്തുന്നു. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.